ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണ്. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ കൂടി യെസ് എന്ന് നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യുക. യെസ്. അപ്പൊ ആക്ച്വലി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ ഷോർട്ട് അല്ലെങ്കിൽ വെബിനാർ ആണ്. മാർക്കേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഒരു വെബിനാർ പോലുള്ളൊരു സെഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു എഴുതിക്കൂട്ടി ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ ഒരു സെഷൻ ആയിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ ക്ലാസ്സും അങ്ങനെ തന്നെയായിരുന്നു, ഒരു ടൈപ്പ് ഓഫ് വെർഷൻ. എന്നാൽ ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് അതല്ലാതെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് മറ്റൊരു രീതിയിൽ, അതായത് വെറുതെ എഴുതിക്കൊണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാം. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ആ പ്ലെയിൻ ഏരിയയിൽ നിന്ന് തുടങ്ങി അതിലേക്ക് അഡീഷണൽ ആയിട്ട് പോയിന്റുകൾ ആഡ് ചെയ്ത്, അതായത് ടീച്ചിങ്ങിന്റെ, അതായത് MLT അക്കാഡമിയിൽ പല പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡുകളുണ്ട്. അതിലൊന്ന് നമ്മൾ സാധാരണ കണ്ട ഒരു മെത്തേഡാണ്. അത് സാധാരണഗതിയിൽ എഫക്റ്റീവ് ആകാറുണ്ട്. അതായത് ഏതാണ് നമ്മുടെ ഈ പവർ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന് അതിൽ മാക്സിമം കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്ന്. പക്ഷെ സംടൈംസ് നമ്മൾ പലപ്പോഴും അതിനകത്ത് ടു മച്ച് ഫോക്കസ്ഡ് ആയി പോവുകയും അഡീഷണൽ പോയിന്റുകൾ പറയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്നത് ഇത്തരത്തിൽ എഴുതി പഠിപ്പിക്കുമ്പോഴാണ്, ഒരു ബോർഡിൽ എഴുതി പഠിപ്പിക്കുമ്പോഴാണ്. അത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ സെഷനിൽ ഈ ഒരു രീതി അവലംബിക്കുന്നത്. അതായത് നമ്മളെല്ലാം പഠിച്ചിരുന്ന സമയത്തെ പോലെ ഒരു ബോർഡിൽ എഴുതി പഠിപ്പിക്കുകയാണ്. ആ രീതിയിൽ ഒരു സെഷൻ അതായിരിക്കും ഇത്. മാർക്കേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, MLT അക്കാഡമിയുടെ DHS ബാച്ച് ജൂലൈ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ വെബിനാർ സെഷൻ ബയോകെമിസ്ട്രി. അപ്പൊ കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും, ഇന്നലെ മൈക്രോബയോളജി, അതിന് മുമ്പ് ബയോകെമിസ്ട്രി, ഇന്നും ബയോകെമിസ്ട്രി, ഇതെന്താ പത്തോളജി ഇല്ലേ? പത്തോളജിയുടെ സെഷൻസ് നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ പൂർത്തിയായെന്ന് വിചാരിക്കുന്നു. 8-ാം തീയതി മുതലാണ് പത്തോളജിയുടെ സെക്ഷൻസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മാർക്കേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പൊ നിങ്ങൾ കുറച്ച് പേര്, ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾ കുറച്ച് പേര് നമ്മുടെ റോഡ് ടു DHS എന്ന് പറഞ്ഞിട്ടുള്ള MLT അക്കാഡമിയുടെ വാട്സാപ്പ് കൂട്ടായ്മയിലും നിങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഇന്നലെ ഞാനൊരു ചോദ്യം ഇട്ടു, ഏത് പ്രോട്ടീനാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ ആദ്യം എലിവേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട്. അതിൽ കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേര് തെറ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന് ശേഷം കൃത്യമായി ലഭിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് മാർക്കേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്ക്. ഇതൊരു ഹാർട്ടായിട്ട് നിങ്ങൾ വയ്ക്കുക. ഹാർട്ടിന്റെ 4 ചേംബറുകളാണ് കേട്ടോ ഇത്. 1, 2, 3, 4. സോ ഹാർട്ടിന്റെ ഫങ്ഷൻ എന്താ? ദ ഫങ്ഷൻ ഓഫ് ഹാർട്ട് ഈസ് ടു പ്രൊവൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ്. അപ്പൊ ബ്രെയിൻ ഉൾപ്പെടെയുള്ള പല ബോഡി പാർട്സിലും ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുക എന്നുള്ളതാണ് ഹാർട്ടിന്റെ ഫങ്ഷൻ. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ്, ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോ എന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്, ഹാർട്ടിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്നത് ഏത് ആർട്ടറിയാണ്? വിച്ച് ആർട്ടറി സപ്ലൈസ് ടു ഹാർട്ട്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്നത് ഏത് ആർട്ടറിയാണ്? യെസ്, ഇറ്റ് ഈസ് നാരോ കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറിയുടെ പ്രത്യേകത, ബാക്കി ഒരു ആർട്ടറി, അതായത് നമ്മുടെ കയ്യിലും റേഡിയൽ ആർട്ടറി അല്ലെങ്കിൽ ഫെമറൽ ആർട്ടറി ഞാൻ വരയ്ക്കുകയാണ്, ഇത്രയും തിക്നെസ് കാണും അതിന്. എന്നാൽ അതേസമയം എന്റെ കൊറോണറി ആർട്ടറിക്ക് ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ. അതായത് ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരെണ്ണം. മറ്റേതിന് തിക്നെസ് ഇത്രയും ചെറിയ തിക്നെസ്സേ കാണുള്ളൂ കൊറോണറി ആർട്ടറി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, കൊളസ്ട്രോൾ കൂടുകയും അതിന്റെ ഫലമായിട്ട് ബ്ലഡ് അതിരോസ്ക്ലീറോസിസ് ഉണ്ടാവുകയും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു.
അപ്പൊ ഈ കൊറോണറി ആർട്ടറിയിൽ ചെറിയൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടായാൽ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തത്തില്ല. ഹാർട്ടിലേക്ക് എത്തില്ല. ഇതിനെയാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്റെ ആദ്യ സ്റ്റേറ്റ് അഥവാ ഇഷ്കീമിയ എന്ന് പറയുന്നത്. ഇഷ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ട് ടിഷ്യൂസിൽ എത്താത്ത കണ്ടീഷൻ. ആ ഇഷ്കീമിയ 6 മണിക്കൂറിൽ കൂടുതലാകുമ്പോൾ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 6 hours, ഹാർട്ടിന്റെ സെല്ലുകൾ ഡെത്ത് ആകാൻ തുടങ്ങും. ദ സെൽസ് ഓഫ് ഹാർട്ട് വിൽ ഡൈ. ഹാർട്ട് സെൽസ് ഡെത്ത് ആവും. ഇതാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക്. ഒന്നുകൂടി, ഡ്യൂ ടു atherosclerosis or uncontrolled diet or other habits, blood clot will be generated on coronary arteries. This will prevent transport of oxygenated blood to the heart. This is known as myocardial ischemia. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിന് കിട്ടുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 6 hours, 6 മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹാർട്ട് സെൽസ് ഓരോന്നായിട്ട് നശിക്കാൻ തുടങ്ങും. മേ ബി ഇവിടെ നിന്നായിരിക്കും നശിക്കാൻ തുടങ്ങുന്നത്. 12 മണിക്കൂർ ആകുമ്പോൾ ഒരു ഏരിയ മൊത്തം നശിക്കും. ഇതോടുകൂടി മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ ബയോകെമിസ്ട്രിയുടെ ഫംഗ്ഷൻ? ഏർലി ഡയഗ്നോസിസ്. ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. 6 മണിക്കൂറിനുള്ളിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയണം. 3 മണിക്കൂറിനുള്ളിലോ 2 മണിക്കൂറിനുള്ളിലോ അരമണിക്കൂറിനുള്ളിലോ, എന്തായാലും 6 മണിക്കൂറിനുള്ളില് നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതാണ് ഏറ്റവും വലിയ ക്രൈറ്റീരിയ. എന്നാൽ അത് മാത്രമാണോ ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്റെ ബയോമെഡിക്കൽ മാർക്കറിന് വേണ്ടത്? അല്ല, മറ്റു ചില പ്രോപ്പർട്ടികൾ കൂടി വേണം. പക്ഷെ എനിവേ, ഞാൻ ഈ പറഞ്ഞ ജനറൽ ഇൻട്രൊഡക്ഷൻ, കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ഓൺ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന്? ഇനി ഈ കാർഡിയാക് മാർക്കർ മാത്രമല്ല, നമുക്ക് മറ്റു പല മാർക്കറുകളും ഉണ്ട്, അല്ലെ? ട്യൂമർ മാർക്കർ ഒക്കെ ഉണ്ട്. അപ്പോ ഒരു മാർക്കർ ഐഡിയൽ ആകണമെങ്കിൽ അതിന് ചില സവിശേഷതകൾ വേണം. സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വേണം. അപ്പൊ അതുകൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് മാർക്കറുകളിലേക്ക് പോകാം. ഫീച്ചേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മാർക്കേഴ്സ്. എന്തൊക്കെയാണ് ഐഡിയൽ ഫീച്ചേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മാർക്കർ? ഒന്നാമത്തത്, it should be, yes, it should be specific. അത് ഹാർട്ടിന്റെ ഡിസീസിൽ മാത്രമേ എലിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കിഡ്നി ഡിസീസിൽ എലിവേറ്റ് ചെയ്തില്ല. സോ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത്, it should be elevated ASAP. ASAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as soon as possible after myocardial infarction. അതായത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായി അടുത്ത സെക്കൻഡിൽ തന്നെ ഇത് എലിവേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് എലിവേറ്റ് ചെയ്യണം. അല്ലാതെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായി ഒരു 50 മണിക്കൂറിന് ശേഷം അത് എലിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വല്ല ഉപയോഗമുണ്ടോ പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റിന്? ഇല്ല. കാരണം അത് ആദ്യമേ എലിവേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവാം ഹാർട്ടിന് പ്രോബ്ലം ആയി, നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എലിവേറ്റ് ചെയ്യണം. മൂന്നാമത്തത്, ഇറ്റ് ഷുഡ് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്. എലിവേറ്റ് ചെയ്തു, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായപ്പോൾ എലിവേറ്റ് ചെയ്തു. പക്ഷെ എലിവേറ്റ് ചെയ്താൽ മാത്രം പോരാ, അയാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ചികിത്സിക്കുമ്പോൾ അതൊന്നെങ്കിൽ ലോ ആയിട്ട് വരണം, ചികിത്സ കൃത്യമായ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉയരുകയും വേണം. ഇത്രയുമാണ് മിനിമൽ ആയിട്ടുള്ള ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മാർക്കറിന്റെ ഐഡിയാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചറുകൾ എന്ന് പറയുന്നത്. ഒന്ന്, അത് ഹാർട്ട് ഡിസീസിൽ മാത്രമേ എലിവേറ്റ് ചെയ്യാവൂ. രണ്ട്, ഇത് വളരെ പെട്ടെന്ന് തന്നെ എലിവേറ്റ് ചെയ്യണം. രണ്ട്, ട്രീറ്റ്മെന്റിന് റെസ്പോൺസ് ഉണ്ടായിരിക്കണം. അതായത് മോശപ്പെട്ട ട്രീറ്റ്മെന്റ് ആണെങ്കിൽ, മോശപ്പെട്ട റെസ്പോൺസ് ആണെങ്കിൽ അത് ഉയരുകയോ അല്ലെങ്കിൽ പഴയ രീതി തുടരുകയോ വേണം.
അതല്ല നല്ല റെസ്പോൺസ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ കുറയണം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എനിബഡി? എനി ഡൗട്ട്സ്? നോ ഡൗട്ട്സ്. Now we are moving into myocardial infraction markers. ഓരോ മാർക്കറിനെയും അവയുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അവ എങ്ങനെയാണ് ആദ്യം എലിവേറ്റ് ചെയ്യുന്നത് ആര്, രണ്ടാമത് എലിവേറ്റ് ചെയ്യുന്നത് ആര്, മൂന്നാമത് എലിവേറ്റ് ചെയ്യുന്ന ആര്. ഒരുപാട് പഠനങ്ങളും റിസർച്ചും നടക്കുന്ന ഏരിയ ആണിത്. എന്നിരുന്നാലും നമുക്ക് നിലവിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഹെൻറി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ പറഞ്ഞിട്ടുള്ളവയെ മൊത്തം നമുക്ക് എടുക്കാം. ഇനിയിപ്പോ നാളെ അടുത്ത വർഷം അത് ഇറക്കുമ്പോൾ മേ ബി അഡീഷണൽ മാർക്കേഴ്സ് വരും. സോ ഐ ആം സ്റ്റാർട്ടിംഗ് വിത്ത് ഫസ്റ്റ് മാർക്കർ, ഏറ്റവും ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ. ഇറ്റ് ഈസ് ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബൂമിൻ. സോ അതിന്റെ ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് എലിവേറ്റഡ് മാർക്കർ ഓഫ് MI. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായാൽ ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏത്, ബയോകെമിക്കൽ മാർക്കർ ഏത്? ആൻസർ ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ. നമുക്ക് ചുരുക്കി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ചുരുക്കമായിട്ടുള്ള IMA എന്ന് പറയാം. സോ 6 മിനിറ്റിനുള്ളിലാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് എലിവേറ്റ്സ് 6 minutes ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പൊ എന്താണ് ഈ മോഡിഫൈഡ് ആൽബുമിൻ, ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെല്ലാം നോർമലായിട്ട് ഉണ്ടാകുന്ന പ്രോട്ടീൻ ആണ് ആൽബുമിൻ. നോർമലായിട്ട് തന്നെ ഉണ്ട്. സാധാരണ ആൽബുമിന് നിക്കൽ, കൊബാൾട്ട് എന്നീ മെറ്റലുകളോട് സാധാരണ ആൽബുമിൻ ബൈൻഡ് ചെയ്യും. എന്നാൽ ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ മെറ്റലുകളോട് ബൈൻഡ് ചെയ്യില്ല. ഇറ്റ് വിൽ നോട്ട് ബൈൻഡ്സ് ടു നിക്കൽ ആൻഡ് കൊബാൾട്ട്. അതാണ് ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിന്റെ പ്രത്യേകത. മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഗതി നടക്കുകയുള്ളൂ. സോ ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ cannot bind to metal ions, especially to nickel and cobalt. Thus, it is known as, it's a marker of myocardial infraction. It is a first elevated marker. പക്ഷേ അപ്പൊ ആദ്യം എലിവേറ്റ് ചെയ്തു, 6 മിനിറ്റിനുള്ളിൽ എലിവേറ്റ് ചെയ്ത്, ഗുഡ് ആണ്, ഹാർട്ടിന് സ്പെസിഫിക്കും ആണ്. ഇറ്റ് ഇസ് എ സ്പെസിഫിക് മാർക്കർ ടു. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഡു നോട്ട് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്. കാരണം 6 മിനിറ്റിനുള്ളിൽ എലിവേറ്റ് ചെയ്യും, ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ അത് നോർമലായി മാറും. ഡു നോട്ട് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതിനെ അങ്ങേ അറ്റം ഐഡിയൽ ആയിട്ടുള്ള ഒരു മാർക്കറായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ? Can you consider this as a very ideal marker for myocardial infraction? No, we cannot consider because it does not respond to the treatment. So that is ischemia modified albumin, first marker elevated after myocardial infarction. It elevates 6 minutes after myocardial infarction. And what is ischemia modified albumin? After heart attack, a specific albumin is produced which cannot bind to nickel and cobalt. That is known as ischemia modified albumin. But the disadvantage is it do not respond to treatment. Any doubts on ischemia modified albumin or clear? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. Okay. Moving on to the next marker. The next marker is heart. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആണ്. ഫാറ്റി ആസിഡ്
ബൈൻഡിങ് പ്രോട്ടീൻ. അതിന് നമ്മൾ HFABP എന്ന് പറയും, ഹാർട്ട് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹാർട്ടിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് സ്പെസിഫിക് പ്രോട്ടീൻ. സ്പെസിഫിക് പ്രോട്ടീൻ ഫോർ MI. രണ്ടാമത്തത് എലിവേറ്റ്സ് 30 മിനിറ്റ്സ് ആഫ്റ്റർ MI. അപ്പൊ നമ്മുടെ രണ്ട് ക്രൈറ്റീരിയകൾ ഇത് പാലിച്ചു കഴിഞ്ഞു. ഒന്ന്, വളരെ സ്പെസിഫിക് പ്രോട്ടീൻ ആണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്. രണ്ട്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷന് ശേഷം 30 മിനിറ്റിനുള്ളിൽ എലിവേറ്റ് ചെയ്യും. അപ്പൊ റാപ്പിഡ് എലിവേഷനും ഓക്കെ ആയി കഴിഞ്ഞു, 6 മണിക്കൂറിനുള്ളിൽ എലിവേറ്റ് ചെയ്യും. ബട്ട് ദി ഡിസഡ്വാൻറ്റേജ് ഈസ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്. അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. സ്പെസിഫിക് പ്രോട്ടീൻ, ഹാർട്ട് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ, 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എലിവേറ്റ് ചെയ്യുന്നത് ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ, രണ്ടാമത് എലിവേറ്റ് ചെയ്യുന്നത് ഹാർട്ട് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ, അത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട്. ബട്ട് ഈ രണ്ടിന്റെയും ഡിസഡ്വാൻറ്റേജ് ട്രീറ്റ്മെന്റിന്റെ റെസ്പോൺസ് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ മൂവിങ് ഓൺ ടു ദി തേർഡ് മാർക്കർ, ദാറ്റ് ഈസ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്താണ് മയോഗ്ലോബിന്റെ പ്രത്യേകത? ഹാർട്ട് മസിലിൽ മാത്രമല്ല, ശരീരത്തിലെ എല്ലാ മസിൽസിലും കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് മസിൽ ഹീമോഗ്ലോബിൻ. മറ്റൊരു PSC ക്വസ്റ്റ്യൻ, മസിൽ ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന മയോഗ്ലോബിൻ. ഈ മയോഗ്ലോബിൻ ഇൻക്രീസസ് അഗെയിൻ 30 മിനിറ്റ്സ് ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായി 30 മിനിറ്റിനുള്ളിൽ ഇത് എലിവേറ്റ് ചെയ്യും. പക്ഷെ എന്താ പ്രോബ്ലം? ഇത് സ്പെസിഫിക് ആണോ? മയോഗ്ലോബിൻ ബ്ലഡിൽ എലിവേറ്റ് ചെയ്യുന്നു പറഞ്ഞ് എനിക്ക് അയാളെ പിടിച്ച് കാർഡിയോളജി ICUയിൽ അങ്ങ് ഇടാൻ പറ്റോ? ഇത് സ്പെസിഫിക് മാർക്കർ ആണോ? ഇസ് ഇറ്റ്സ് എ സ്പെസിഫിക് മാർക്കർ? നോ. കാരണം ഇത് മറ്റ് ഡിസീസുകളിലും മസിൽ ക്രഷ് ഇഞ്ചുറിയിൽ വരെ ഇത് വേണമെങ്കിൽ എലിവേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. പക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണ്, ക്രിയാറ്റിൻ കൈനേസ് ഓപ്ഷനിലുണ്ട്, CKMB, ഹൈലി സെൻസിറ്റീവ് ട്രോപ്പോണിൻ നിങ്ങളുടെ ഓപ്ഷനിലുണ്ട്, മയോഗ്ലോബിൻ നിങ്ങളുടെ ഓപ്ഷനിലുണ്ട്, LDH നിങ്ങളുടെ ഓപ്ഷനിലുണ്ട്. ആദ്യം എലിവേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കൊടുക്കും? ഇന്നത്തെ ചോദ്യമായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ. ഓപ്ഷനിൽ ഫസ്റ്റ് എലിവേറ്റഡ് പ്രോട്ടീൻ ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പൊ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. ഓപ്ഷനിൽ മയോഗ്ലോബിൻ ഉണ്ട്, LDH ഉണ്ട്, CKMB ഉണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ വെച്ചിട്ട് നിങ്ങൾ ആര് സെലക്ട് ചെയ്യും? മയോഗ്ലോബിൻ. ആ ഓപ്ഷനിൽ മയോഗ്ലോബിൻ മാത്രമേ ഉള്ളൂ. നൗ മൂവിങ് ഓൺ. അടുത്ത മാർക്കർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള മാർക്കറാണ് CKMB. ഇറ്റ് ഈസ് ആൻ എൻസൈമാറ്റിക് മാർക്കർ. നമ്മൾ ഇതുവരെ പഠിച്ച മാർക്കറുകളായിട്ടുള്ള ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ, ഹാർട്ട് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ, അതുപോലെ തന്നെ നമ്മൾ കുറച്ചു നേരം മുമ്പ് പഠിച്ച മയോഗ്ലോബിൻ, ഇവയെല്ലാം പ്രോട്ടീനുകളാണ്, എന്നാൽ എൻസൈം അല്ല. CKMBയും പ്രോട്ടീൻ ആണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ, സോ ഇറ്റ് ഇസ് ആൻ എൻസൈമാറ്റിക് മാർക്കർ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ എൻസൈമാറ്റിക് മാർക്കറാണ്. ദെൻ രണ്ടാമത്തത് ഈ CKMB മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിൽ LDH എന്ന് പറയുന്ന ഒരു എൻസൈം, LDH1 എന്ന് പറയുന്ന എൻസൈം, അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് ASTയും എൻസൈമാറ്റിക് മാർക്കർ ആയിട്ടുണ്ട്. നമ്മൾ പഠിക്കും. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എൻസൈമാറ്റിക് മാർക്കറുകളിൽ ആദ്യം എലിവേറ്റ് ചെയ്യുന്ന എൻസൈം ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ദ ഫസ്റ്റ് എൻസൈമാറ്റിക് മാർക്കർ എലിവേറ്റഡ് ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ആൻസർ CKMB. So it is the first എൻസൈമാറ്റിക്. അതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് തോന്നുന്നു. ഫസ്റ്റ് മാർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ. ഫസ്റ്റ് എൻസൈമാറ്റിക് മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CKMB. എൻസൈമാറ്റിക് മാർക്കർ elevated after myocardial infarction. So it elevates after 3 hours of myocardial infarction. Myocardial infarction ഉണ്ടായി
3 മണിക്കൂറിന് ശേഷമാണ് സി കെ എം ബി എലിവേറ്റ് ചെയ്യുന്നത്. ഇത് സി കെ എം ബി സ്പെസിഫിക് ആണ്. അപ്പോ 3 മണിക്കൂറിനുള്ളിൽ എലിവേറ്റ് ചെയ്യുന്നു, ഐഡിയൽ. സ്പെസിഫിക് ആണ്, ദാറ്റ് ഈസ് ടു ഐഡിയൽ. ബട്ട് ഡു നോട്ട് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റിൽ ഇതും ഫെയിലായി. കാരണം 3 മണിക്കൂറിനുള്ളിൽ എലിവേറ്റ് ചെയ്യുന്നു, 3 മണിക്കൂറിൽ എലിവേറ്റ് ചെയ്യുന്നു, 17ാമത്തെ മണിക്കൂറിൽ പീക്ക് വാല്യൂ കിട്ടുന്നു, 24 മണിക്കൂറിനുള്ളിൽ നോർമൽ ആകുന്നു. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏകദേശം 24 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. അപ്പോ അതിനുശേഷം ഇതിന് യാതൊരു ഉപയോഗവുമില്ല. സോ ഇത് ഐഡിയൽ മാർക്കർ അല്ല. പക്ഷേ ഇതിന് ഒരു യൂസ് കൂടി ഉണ്ട്. ഇതിൽ മറ്റേ നെടുമുടി വേണു പറയുന്ന പോലെ എനിക്ക് ഒരു മകൻ കൂടി ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ഒരു യൂസ് കൂടി ഉണ്ട്. എന്താണ് ആ യൂസ്? സോ ഹാർട്ട് അറ്റാക്ക് വരുമ്പോ, ഇൻഫ്രാക്ഷൻ വരുമ്പോ, ദാറ്റ് മേ ബി ചെറിയ ഇൻഫ്രാക്ഷൻ ആയിരിക്കാം, എന്നാൽ വലിയ ഇൻഫ്രാക്ഷൻ ആയിരിക്കാം. ആ ഇൻഫ്രാക്ഷന്റെ സൈസ് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഏറ്റവും നല്ല മാർക്കറായിട്ട് ഇന്നും കരുതിപ്പോരുന്നത് സി കെ എം ബി ആണ്. ട്രോപ്പോണിനുകളും മറ്റുമൊക്കെ വന്നിട്ടും ഇന്നും പല ഡോക്ടർമാരും എന്തുകൊണ്ട് സി കെ എം ബി യൂസ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം, അല്ലെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ഇൻഫ്രാക്ട് സൈസ്. ഇൻഫ്രാക്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ചത്തു, അല്ലെ, ഈ മയോകാർഡിയൽ സെല്ല് ഡെത്ത് ആയി, ആ ഡെത്ത് എത്രത്തോളം സെല്ലുകൾ നശിച്ചു എന്നറിയാനായി സി കെ എം ബി ബെസ്റ്റ് മാർക്കർ ആണ്. കൂടുതൽ നാശമുണ്ടായാൽ അത്രയും സി കെ എം ബി എലിവേറ്റ് ചെയ്യും. സോ ഇറ്റ്സ് എ ബെസ്റ്റ് മാർക്കർ, ഓർ ബെസ്റ്റ് എൻസൈമാറ്റിക് മാർക്കർ എന്ന് വേണമെങ്കിലും പറയാം. ബെസ്റ്റ് മാർക്കർ ടു അസസ് ഇൻഫ്രാക്ട് സൈസ്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് റിഗാർഡിംഗ് സി കെ എം ബി. Okay. Any doubts or clear on CKMB? Or okay. It is okay. Now we are moving on. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള, ഒരു തവണയെങ്കിലും മിനിമം കേട്ടിട്ടുള്ള മാർക്കറിലേക്ക്. നമ്മളെല്ലാവരും പറയുന്നത് ട്രോപ്പോണിൻ ട്രോപ്പോണിൻ എന്നാണ്. ട്രോപ്പോണിൻ അല്ല. യു ഹാവ് ടു സേ ഇറ്റ് ലൈക്ക് ദിസ്. വാട്ട്? ലൈക്ക് cardiac troponins. കാർഡിയാക് ട്രോപ്പോണിനുകൾ, അവയെ നമ്മൾ ചുരുക്കി കാർഡിയാക് ട്രോപ്പോണിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്താണ് ഇവയുടെ പ്രത്യേകത? ട്രോപ്പോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡിയാക് അല്ല, സാധാരണ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ, ആക്ടിൻ എന്നിവ മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന ഫൈബറുകളാണ്, അല്ലെങ്കിൽ പ്രോട്ടീനുകളാണ്. മസിൽ കോൺട്രാക്ഷൻ. അപ്പൊ നമുക്ക് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, അങ്ങനെ ഒരു മസിലാണ്. അപ്പൊ ഹാർട്ടിൽ കാണപ്പെടുന്ന കോൺട്രാക്റ്റൈൽ പ്രോട്ടീനുകളാണ് കാർഡിയാക് ട്രോപ്പോണിൻസ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ നോർമൽ ഹ്യൂമൻസ്. നിങ്ങൾ ചോദിക്കും എന്താ നോർമൽ വാല്യൂ എത്രയാണ്? ഇതിന്റെ നോർമൽ വാല്യൂ 0 to 14 നാനോഗ്രാം പെർ ലിറ്ററും എം എൽ ഒക്കെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. 0 to 14 നാനോഗ്രാം. നാനോഗ്രാം എന്ന് പറഞ്ഞാലേ ചെറിയൊരു ക്വാണ്ടിറ്റി, അതിലെ തന്നെ 0. ദാറ്റ് മീൻസ് നോർമൽ ഹ്യൂമൻസിൽ കാർഡിയാക് ട്രോപ്പോണിൻ ബ്ലഡിൽ കാണുകയില്ല. എപ്പോഴാണോ ഹാർട്ടിന് ഒരു ചെറിയൊരു ഇൻഫ്രാക്ഷൻ എങ്കിലും ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ സ്പെസിഫിക് മാർക്കർ. ഇനി എപ്പോഴാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്? നമ്മൾ കണ്ടു, ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ 6 മിനിറ്റിനുള്ളിലും മയോഗ്ലോബിനും ഹാർട്ട് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീനും 30 മിനിറ്റിനുള്ളിലും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതാണ് സി കെ എം ബി 3 മണിക്കൂറിനുള്ളിലും എലിവേറ്റ് ചെയ്തു. എന്നാൽ ഇവൻ 4 മുതൽ 6 മണിക്കൂർ കഴിയുമ്പോഴാണ് എലിവേറ്റ് ചെയ്യുന്നത്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായി 4 മുതൽ 6 മണിക്കൂർ കഴിയുമ്പോഴാണ് എലിവേറ്റ് ചെയ്യുന്നത്. നമുക്ക് 4 എടുക്കാം. സോ ആ ഒരു കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടി, സ്പെസിഫിക്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇതൊരു പ്രോട്ടീൻ ആണ്. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്.
ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ട്രീറ്റ്മെന്റിന് റെസ്പോൺസ് ചെയ്യുന്നു. ഒരിക്കൽ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം, 14 ഡേയ്സ് അത് ഉയർന്നു തന്നെ നിൽക്കും. എന്നാൽ അതിനിടയിൽ നല്ല ട്രീറ്റ്മെന്റ്, ഗുഡ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് ലോവർ ആകും. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഐഡിയൽ കാർഡിയോളജി മാർക്കർ, ബയോമാർക്കറിന്റെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ഒന്ന്, അത് സ്പെസിഫിക് ആകണം. രണ്ട്, അത് 6 മണിക്കൂറിനുള്ളിൽ എലിവേറ്റ് ചെയ്യണം. മൂന്ന്, ഇറ്റ് ഷുഡ് റെസ്പോണ്ട് ടു ട്രീറ്റ്മെന്റ്. ഇത് മൂന്നും കാർഡിയാക് ട്രോപ്പോണിൻ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലേ? ഇത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് കാർഡിയാക് ട്രോപ്പോണിൻ ഈസ് ദി മോസ്റ്റ് ഐഡിയൽ or best marker, not enzymatic, best marker of myocardial infarction. ഇതിന്റെ രണ്ട് ഫോംസ് കാണാറുണ്ട്, കാർഡിയാക് ട്രോപ്പോണിൻ ഐയും കാർഡിയാക് ട്രോപ്പോണിൻ ടിയും. ചിലർ പറയുന്നു ട്രോപ്പ് ടി ആണ് നല്ലതെന്ന്, ചിലർ പറയുന്നു ട്രോപ്പ് ഐ ആണ് നല്ലതെന്നുള്ള. അതൊരു സ്റ്റിൽ ഒരു വിവാദമാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ, രണ്ട് ആൻസർ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യിപ്പിക്കാനുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺട്രവേഴ്സിയുടെ ആൻസർ ഇവിടെ ഇപ്പൊ കണ്ടെത്താനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, ഇറ്റ്സ് എ ബെസ്റ്റ് മാർക്കർ ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും കാർഡിയാക് ട്രോപ്പോണിൽ നിന്നും വരാവുന്ന രണ്ടു ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, ബെസ്റ്റ് മാർക്കർ ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, കാർഡിയാക് ട്രോപ്പോണിൻ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് മാർക്കർ ബെറ്റർ ഫോർ പ്രോഗ്നോസിസ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് റെസ്പോൺസ്. ഏതായിരിക്കും നിങ്ങൾ ആൻസർ കൊടുക്കുക? കാർഡിയാക് ട്രോപ്പോണിൻ. പ്രോഗ്നോസിസ്, പ്രോഗ്നോസിന് സഹായിക്കുന്നു. പ്രോഗ്നോസിസ്, പ്രോഗ്രസ് ഓഫ് പേഷ്യന്റ്, അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഇപ്പൊ ട്രോപ്പോണിന്റെ തന്നെ മറ്റൊരു വെറൈറ്റി ഇപ്പോ കറങ്ങി നടപ്പുണ്ട്. ഹൈ സെൻസിറ്റീവ് കാർഡിയാക് ട്രോപ്പോണിൻ, അല്ലെങ്കിൽ ഹൈ സെൻസിറ്റീവ് കാർഡിയാക് ട്രോപ്പോണിൻ ടി എന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊന്നുമില്ല, ട്രോപ്പോണിന്റെ തന്നെ, പക്ഷെ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും ഉണ്ട്, പക്ഷേ ഇറ്റ് എലിവേറ്റ്സ് 2 hours ആഫ്റ്റർ MI. മയോകാർഡിയൽ ക്രിയാറ്റിൻ കൈനേസിനേക്കാളും ബെറ്റർ ആണ്. അപ്പോ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായി 2 മണിക്കൂറിനുള്ളിൽ ഹൈ സെൻസിറ്റീവ് ട്രോപ്പോണിൻ ടി എലിവേറ്റ് ചെയ്യും. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ, ഹാർഡ് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ, മയോഗ്ലോബിൻ, ഹൈ സെൻസിറ്റീവ് ട്രോപ്പോണിൻ, CKMB, ട്രോപ് ടി, ഇത്രയും മാർക്കറുകളാണ് ലെസ് ദാൻ 6 hours എലിവേറ്റ് ചെയ്യുന്ന മാർക്കറുകൾ. ആ 6 മണിക്കൂറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞു. എന്തായിരുന്നു? 6 മണിക്കൂറാണ് ഹാർട്ട് സെൽസ് ജീവിച്ചിരിക്കുന്നത്, പിന്നെ അത് ഡെത്ത് ആയി തുടങ്ങും. അപ്പൊ 6 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആകെ 2 മാർക്കറുകളാണ് നമുക്ക് അവശേഷിക്കുന്നത്, 2 എൻസൈമാറ്റിക് മാർക്കർ. ഹിയർ വി ഗോ. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ടൈപ്പ് 1, ഐസോഎൻസൈം 1. സോ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന് LDH ഹാവ്, നമ്മൾ എൻസൈമോളജി 5 ഐസോ എൻസൈം. ഇത് എസ് എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 ഐസോ എൻസൈംസ്, 5 ഐസോ എൻസൈം ഉണ്ട്. അതില് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് 1 കാണപ്പെടുന്നത് ഹാർട്ടിലും, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് 2 കാണപ്പെടുന്നത് RBCയിലുമാണ്. ഓക്കെ, അപ്പോ സാധാരണഗതിയിൽ നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻ നോർമൽ ബ്ലഡ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് 2ന്റെ അളവാണ് കൂടുതൽ, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് 1ന്റെ അളവ് കുറവാണ്. ദാറ്റ് ഈസ് ഫോർ എ നോർമൽ ഇൻഡിവിജ്വൽ. എന്നാൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഹാർട്ടിൽ നിന്നും LDH1 ബ്ലഡിലേക്ക് വരികയും, സോ ഇൻ എ MI പേഷ്യന്റ് ഇത് നേരെ തിരിയും, ഫ്ലിപ്പ് ചെയ്യും. LD1 ഈസ് ഗ്രേറ്റർ ദാൻ LD2 എന്ന് പറയും.
സോ ലുക്ക് അറ്റ് ദാറ്റ്. ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്നത് പോലെ ഈ സൈൻ, ഈ നമ്മുടെ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്ന് പറയുന്ന സൈൻ ഇവിടെ, സോ കോയിൻ അല്ല, LD1 LD2 ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതിനെയാണ് ഫ്ലിപ്പിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷനും LDHും തമ്മിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു ചോദ്യം. ഇറ്റ്സ് എ ക്ലാസിക് ക്വസ്റ്റ്യൻ. ജോർജ് കുട്ടിയെ ക്ലാസിക് ക്രിമിനൽ എന്ന് ചിലർ വിശേഷിക്കുന്ന പോലെ ഇറ്റ്സ് എ ക്ലാസിക് ക്വസ്റ്റ്യൻ. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആലോചിക്കേണ്ടത്, PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിനേഷന് ഇത് ചോദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പഴയ ഒരു അറിവ് വെച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊന്നും ഈ ഫ്ലിപ്പിഡ് പാറ്റേൺ ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഹൈ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഫ്ലിപ്പിഡ് പാറ്റേൺ ഇൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഷോൺ ബൈ വിച്ച് എൻസൈം? ഏത് എൻസൈം ആണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ ഫ്ലിപ്പിഡ് പാറ്റേൺ ഷോ ചെയ്യുന്നത്? ആൻസർ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ടൈപ്പ് 1. പക്ഷേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 മുതൽ 24 മണിക്കൂറിന് ശേഷമാണ് എലിവേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസഡ്വാൻറ്റേജ്. സോ അതൊരു നല്ല മാർക്കർ അല്ല. ഇറ്റ് എലിവേറ്റ്സ് ഓൺലി ആഫ്റ്റർ 17 to 24 hours. So that's all about LDH. Now the last enzyme is aspartate aminotransferase or SGOT. ഒന്നാമത്തെ പോയിന്റ്, നോട്ട് സ്പെസിഫിക്. ഇറ്റ്സ് നോട്ട് എ സ്പെസിഫിക് മാർക്കർ ബിക്കോസ് ലിവറിലും ഇത് എലിവേറ്റ് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് ഇൻ ലിവർ ഡിസീസ്. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ എന്തിനു നമ്മൾ ഇത് പഠിക്കണം? ബിക്കോസ് 1950കളിലാണ് ഈ ബയോമാർക്കറുകളെ പറ്റിയിട്ട് ചർച്ച ചെയ്തത്. അപ്പോ ആദ്യമായിട്ട് ഒരു കാർഡിയാക് ഡിസീസിന് യൂസ് ചെയ്ത ബയോമാർക്കർ അല്ലെങ്കിൽ എൻസൈമാറ്റിക് മാർക്കർ ആണ് AST. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് മാർക്കർ ഫോർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അതേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഏകമുള്ള പ്രത്യേകത. 24 മുതൽ 48 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നോൺ സ്പെസിഫിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് AST ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്റെ സ്പെസിഫിക് മാർക്കറായിട്ട് ക്ലിനിക്കൽ സെറ്റപ്പുകളിൽ യൂസ് ചെയ്യുന്നില്ല. സോ എനി ഡൗട്ട്സ് ഓർ ക്ലിയർ ഓൺ ദി എൻറ്റയർ തിങ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ? ഇനി ഒരു സ്ലൈഡ് കൂടി ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലേ എന്നറിയാനായിട്ട് നമുക്ക് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾക്കൊന്ന് പറയാമോ? ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? വിച്ച് മാർക്കർ ഈസ് എലിവേറ്റഡ് ഫസ്റ്റ്? ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഇഷ്കീമിയ മോഡിഫൈഡ് ആൽബുമിൻ എലിവേറ്റ് ചെയ്യുന്നത്? 6 മിനിറ്റ്. രണ്ടാമത് എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? ഹാർഡ് ഫാറ്റി ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്? 30 മിനിറ്റ്. മൂന്നാമത് എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? മയോഗ്ലോബിൻ. ഇത് സ്പെസിഫിക് മാർക്കർ ആണോ? അല്ല. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്? 30 മിനിറ്റ്. നാലാമത് എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? CKMB ആണോ? അല്ല. ഹൈ സെൻസിറ്റീവ് ട്രോപ്പോണിൻ T, ട്രോപ് T നമുക്ക് എഴുതാം. 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് എലിവേറ്റ് ചെയ്യുന്നത്. അഞ്ചാമത് എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? CKMB. ഇതൊരു ഫസ്റ്റ് എൻസൈമാറ്റിക് മാർക്കർ. എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് എലിവേറ്റ് ചെയ്യുന്നത്? 3 മണിക്കൂർ. അടുത്ത എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? കാർഡിയാക് ട്രോപ്പോണിൻ T or I. എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ്? 4 മുതൽ 6 മണിക്കൂർ കഴിയുമ്പോൾ. അടുത്ത മാർക്കർ LDH1, ലാസ്റ്റ് മാർക്കർ AST. സോ ഈ ഒരു പെക്യൂലിയർ ഫീച്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. സോ നൗ അഗെയിൻ we are starting a rapid fire MCQ. First, best marker for myocardial infarction.
Cardiac troponin. Best enzymatic marker for myocardial infarction. Flipped pattern in myocardial infarction is shown by LDH1. അടുത്തത് ശ്രദ്ധിച്ചേക്കുക. Which of the following is a non-specific marker of myocardial infarction? Non-specific marker of myocardial infarction. CKMB, LDH1, AST, ischemia modified albumin. Answer AST. Which of the following marker elevate first after myocardial infarction? Heart fatty acid binding protein, myoglobin, heart fatty acid binding protein, ischemia modified albumin, high sensitive troponin T, CKMB. ഇതിൽ ഏറ്റവും ആദ്യം എലിവേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിസ്കവേർഡ് മാർക്കർ അഗെയിൻസ്റ്റ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഫസ്റ്റ് AST. നെക്സ്റ്റ്, ischemia modified albumin differ from other albumin in option A, their ability to transport bilirubin, their ability to transport drugs, their ability to bind with metal ions, their ability to transport hormones. Option C. എന്തിലാണ് ഡിഫറൻസ് ഉള്ളത് നോർമൽ ആൽബുമിനും ഇസ്കീമിയ മോഡിഫൈഡ് ആൽബുമിനും? their ability to transport or bind metal ions. The only cardiac marker, myocardial infarction marker, which is sensitive to treatment or prognosis. Cardiac troponin. Best marker to assess myocardial infarct size. Trop. So CKMB. Infarct size is still CKMB. So that's all about myocardial infarction. I hope all of you understand it very well and you can attend some questions from that area. Is it clear? Are you confident enough? അപ്പൊ ഇവിടെ നമ്മള് പഠിപ്പിച്ചത് വെറും സ്ലൈഡിൽ എഴുതിക്കൊണ്ടാണ്. ഇസ് ഇറ്റ് എഫക്റ്റീവ്? Yes. So this is the one way to teach, not study അല്ല teach. So ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് മേ ബി നെക്സ്റ്റ് വീക്ക് കാണാം. നാളത്തെ വെബിനാറിന്റെ ടോപ്പിക്ക് ഉടനെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. നീഡ് നോട്ട്സ്. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ ആ ഒരു പരസ്യത്തിൽ നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. യു വിൽ ഗെറ്റ് എ സോഫ്റ്റ് കോപ്പി ഓഫ് ഓൾ ദി തിങ്സ്. നോട്ട്സ് അതിനാണ് ഈ നോട്ട്. CKMB സ്പെസിഫിക് ആണ്, തീർച്ചയായിട്ടും CKMB സ്പെസിഫിക് ആണ്. CK2, CKMB സ്പെസിഫിക്. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വി ഓൾറെഡി പ്രിപ്പയർഡ് ഇറ്റ്. നിങ്ങൾ ആ ആഡിൽ നോക്കിയാൽ മതി, അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ദി ഓൾ ദി തിങ്സ് റൈറ്റ് അവേ. അതെങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയൽ? സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് കിട്ടുന്നത്. ഹാർഡ് കോപ്പിയുടെ കേസ് നമ്മൾ നോക്കട്ടെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, കാരണം അതിന്റെ ഒരു പോസ്റ്റൽ പ്രശ്നമാണ് അതിനകത്ത് ഒരു വിഷയമായിട്ട് കിടക്കുന്നത്. എനിവേ സോഫ്റ്റ് കോപ്പി ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ദാറ്റ് മേ ബി പലയിടങ്ങളിലും മുൻപ് കിട്ടിയിരുന്ന പോലെയൊന്നും അല്ല. കൃത്യമായ രീതിയിൽ വടിവത്ത അക്ഷരങ്ങളിൽ പൂർണ്ണമായ രീതിയിലായിരിക്കും. സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു മൊഡ്യൂൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതൊക്കെ ചോദിച്ചാൽ മതി, അവർ കൃത്യമായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 15-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷൻസ് ഏകദേശം 13-12 ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കും. പിന്നെ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ അതിനും താമസിക്കാം. ഓക്കെ, ദാറ്റ് വിൽ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പീപ്പിൾ. ഇപ്പൊ തന്നെ ഒരുപാട് കുട്ടികളായി, ചിലപ്പോൾ അവരെ തന്നെ 2 ബാച്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നിരിക്കും. സോ എനിവേ താല്പര്യമുള്ളവരൊക്കെ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വെബിനാറിൽ കാണാം.